ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കപ്രിക്കാട് മിനി സൂയിലാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മിനി സൂയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മൾ ആനയൊക്കെ കാണാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ആണ് ഇതിൻ്റെ പ്രദേശങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല രസമുണ്ട്. കാലടി ആ ഒരു ഏരിയയിലേക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളത് മാൻ, പിന്നെ മ്ലാവ്, ആന, ഇത്രയാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. ഇനി ഒത്തിരി നടക്കാനുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, ഒരുപാടങ്ങനെ കാണാനൊന്നുമില്ല. ചെറിയ രീതിയിൽ മാനയൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാമെന്നുള്ളൂ. ഞങ്ങളൊരു 3:30 ആയപ്പോഴാണ് എൻഗേജ്മെൻറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഒരു 4:15 ആയപ്പോഴേക്കും നമ്മൾ ഈ സൂയിലെത്തി. ഒരാൾക്ക്, മുതിർന്നവർക്ക് 50 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഫീ വരുന്നത്. പിന്നെ 13 വയസ്സ് പിന്നെ മേലുള്ളവർക്ക് 13 വയസ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തോ 20 രൂപ അങ്ങനെ എന്തൊക്കെയോ ആണ് റേറ്റ്. എന്തായാലും മുതിർന്നവർക്ക് നമ്മൾ 50 രൂപ കൊടുക്കണം. ചെറിയ കുട്ടികൾക്ക് ഇതില്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീ ഇല്ല. അപ്പോൾ ജസ്റ്റ് ആനേനെയൊക്കെ കാണാനൊക്കെ ആയിട്ടൊക്കെ ഇഷ്ടമുള്ളവർ, ആനപ്രേമികൾക്കൊക്കെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. എന്നാൽ ഒരുപാട് ആനകളൊന്നും അവിടെ ഇല്ല കേട്ടോ. ഒത്തിരി ഒന്നും ആനകളില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം കണ്ട് നല്ല രസമാണല്ലോ. ആ ഒരു സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പേടിയാവുന്നുണ്ട് ആ ഇല്ലിമരവും ഒരു പ്രേതത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് സ്ഥലത്തിലേക്കൊക്കെ നോക്കുമ്പോൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ മിനി പാർക്കുണ്ട്. അപ്പം നമ്മളെവിടെ പോയാലും ലേറ്റായി പോകുന്നതുകൊണ്ടിട്ട് പാർക്കിലൊന്നും കയറി അത്ര ടൈം കളയാനായിട്ട് പറ്റിയില്ല. ഇവരിവിടേക്ക് ഇങ്ങനെ നിന്ന് ഓരോ മാനിനെയും ഇതൊക്കെ കണ്ട് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഇങ്ങനെ സമയം കളയുമായിരുന്നു. പിന്നെ 5 മണിക്ക് ക്ലോസ് ചെയ്യണ സംഭവത്തിൽ 4:15 കയറിയേക്കണത്. പക്ഷെ 5:30 വരെ നമ്മളവിടെ നിന്നിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഗാർഡ് വന്നിട്ട് സമയം കഴിഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഒരേ സംഭവങ്ങളൊക്കെ കണ്ട് പതിയെ നടന്ന് കുറേ പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ മയിലല്ലല്ലോ മാൻ്റെയൊക്കെ കണ്ടു പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആനേനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അവിടെ ആന കുളിക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ആന ക്യാമ്പ്, എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ഥലമൊക്കെ കണ്ട് ശരിക്കും ഇങ്ങനെ എന്താ പറയുക, നല്ല ഈ പ്രേത ഫിലിമൊക്കെ പിടിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ടിത്. കാരണം അമ്മാതിരി ഇരിക്കുന്ന കാട് ഇതൊക്കെ കണ്ടോ. നമ്മളിപ്പോൾ കണ്ടത് മാൻ്റെ പാർക്കാണ്, അതായത് മാനൊക്കെ ഇപ്പോൾ കണ്ടല്ലോ. ഇനി എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇങ്ങനെയാണ് കേട്ടോ. വളരെയധികം കഷ്ടപ്പെട്ട് മുള്ളും കല്ലും താണ്ടി ഞങ്ങൾ എലിഫൻറ്റിനെ കാണാൻ വേണ്ടി പോവാണ്. ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്നത്, മഴയുണ്ടായല്ലോ. അപ്പം അങ്ങനെ ഇതവിടെ നിൽക്കുന്ന കണ്ട ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. രസമാണ് പേരൊക്കെ. എന്തുവാണ്, പാർവതി 18 വയസ്സ് ഇതാണ് നമ്മുടെ പാർവതിക്കുട്ടി. പിന്നെ വന്നിട്ട് കുറുമ്പത്തിയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് വന്നിട്ട് അഞ്ജന, ഇത് 19 വയസ്സ്. എന്തൊക്കെ പേരാ. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ തുമ്പിക്കൈ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഈ ആനയുടെ പേര് ആശ, 20 വയസ്സ്. അപ്പോൾ നമ്മളെല്ലാ ആനകളെയും ജസ്റ്റ് അവരുടെ കഴിക്കുന്നതും അവരെ ഫുള്ളൊന്ന് നമ്മൾ വാച്ച് ചെയ്യുമായിരുന്നു. അവരുടെ ആ രൂപവും ഓരോന്നിനും ഫ്രണ്ടിൽ തുമ്പിക്കൈൻ്റെ അവിടേക്ക് ഇങ്ങനെ പ്രത്യേകതയൊക്കെ ഉള്ള ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. അതിൻ്റെ ബാക്കിലൊരു ആനേനെ കെട്ടിയിട്ടുണ്ട്. നല്ല കൊമ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ പിടിയാനകളാണ്. ആശ, പാർവതി അങ്ങനെയൊക്കെ ഉള്ള. ഇത് കണ്ടോ, ഇത് ഭയങ്കര കുറുമ്പനാണ്. ഇങ്ങനെ ചങ്ങലിങ്ങനെ കാലം കൊണ്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ നീക്കിക്കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഭയങ്കര കുറുമ്പനത്. അവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട് അതുപോലെ കുരുത്തം കെട്ടത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ആനപ്രേമികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയതാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, എന്നാലും നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഒരു ഭംഗി തോന്നിക്കും. കണ്ടോ, എനിക്ക് ആശാനെ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്താ അറിയില്ല, അവിടെ മാത്രം ഞാൻ ഇങ്ങനെ
പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഫോട്ടോ. നല്ല രസമുണ്ട്. ഇനി നമ്മൾ വേറൊരു ആന അവിടെ അറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാനയും കൂടി ഉണ്ട്, പിലാണ്ടി ചന്ദ്രൂത അതാണ് പേര്. അപ്പം നമ്മൾ പിലാണ്ടി ചന്ദ്രുവിനെ കാണാൻ വേണ്ടി പോവാട്ടോ. മരപ്പട്ടിയുടെ ഓളി കേട്ടില്ലല്ലോ അവിടെ, അത് ഞാൻ കേട്ടില്ലല്ലോ. ഇല്ല, ഒന്നും കാണാൻ പറ്റുള്ള കാടാണ്. എവിടെ ആരാ നിലവിളി? കൊരച്ചല്ല, പിലാണ്ടി ചന്ദ്രുവിനെ കാണാൻ എന്തോരം ദൂരായി കാണാൻ ഭയങ്കര ഡിമാൻഡായിരിക്കും, അതാണ് ഇത്രയും ദൂരം. അവർ രണ്ടുപേരും ഫസ്റ്റ് പോയി കാണാൻ ഓടിയേക്കാണ്. പക്വതയാർന്ന ഒരു മാന്യതയുള്ള ഒരു മൃഗമാണ് പിലാണ്ടി. എവിടെ ഇതാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്ന പിലാണ്ടി ചന്ദ്രൻ. കഷ്ടപ്പെട്ട് കന്ന് കാണാൻ വന്ന പിലാണ്ടി ചന്ദ്രൻ. പോകാവോ? അതാണ് ഇന്ന് ഇത്ര സ്പെഷ്യൽ. ഇതാണ് പിലാണ്ടി ചന്ദ്രു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം കേട്ടോ. അവിടെ അതിനെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട. പിലാണ്ടി ചന്ദ്രയുടെ പ്രത്യേകത എന്തൊക്കെയോ ഉണ്ട്. പിലാണ്ടി ചന്ദ്രു 46 വയസ്സ്, മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തി വന്നിരുന്ന എന്നെ 30/5/17 വനംവകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടയ്ക്കുകയായിരുന്നു. ചന്ദ്രു എന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ്. കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴയും തണ്ണിമത്തനും എൻ്റെ ഇഷ്ടവിഭവങ്ങളാണ്. ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെയാവാൻ ശ്രമിക്കുന്നു. അപ്പം ഇവൻ ഭയങ്കര കുരുത്തക്കെട്ടവനായിരുന്നോ? ബാ, ഇതാണപ്പ പിലാണ്ടി ചന്ദ്രു. എന്താ ആനേനെ മെരുക്കണ കൂട് കൂട് അതിൻ്റെ ഉള്ളിൽ കിടന്ന പിന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. ഇതിന് അതിൻ്റെ ഉള്ളിലിട്ട് മെരുക്കും. മെരുക്കി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കും. ഇതാണ് സംഭവം. പൈസയാണല്ലോ. നമ്മൾ ചന്ദ്രുവിനെയും കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോരാൻ കേട്ടോ, തിരിച്ചു പോരാണേ. ആദ്യം കണ്ട വഴിയിലൂടെ തന്നെ വീണ്ടും ഈ ആനകളൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് നമ്മൾ തിരിച്ചു പോരണം. അപ്പോഴത്തേക്കും കുറച്ച് ടൈമായിട്ടുണ്ടായിട്ടോ. അത് ഇത് ബാക്കിൽ നിന്ന് വെച്ചൊരു കുറുമ്പനുണ്ടായിരുന്നു, അതിനെയും കൂടി ഒന്ന് എടുത്തു. നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ആനകൾ കുളിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ, ചെറിയൊരു മിനി പാർക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്കും മേളിലൊരു ട്രീ ഹൗസ് കണ്ടു. അപ്പോൾ അതിൻ്റെ മേളിലേക്കൊന്ന് പിടിച്ച് കയറിയാലോ എന്ന് വിചാരിച്ച് നമ്മളിത് അങ്ങോട്ട് പൊന്നെ എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്തൂട്ടാ. കണ്ടോ, ഓടിപ്പോവാണ്. അവിടെ എല്ലാത്തിലും ഫസ്റ്റ് കയറണം നമുക്ക്. അപ്പോൾ ഇതിനെ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ചുവിനും കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചുവും ഉമ്മച്ചിയും കൂടിയാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇക്കാക്ക വന്നിട്ട് എന്നോട് പറഞ്ഞു, ചിഞ്ചു വേണമെങ്കിൽ കയറിക്കോ, കയറുന്നോ? ഞാൻ പറഞ്ഞു വേണ്ട, മഴയൊക്കെ പെയ്തെടുക്കുക, വല്ല ചവിട്ടി കഴിച്ച സ്ഥലത്തേക്ക് കൊണ്ട് ഇനി വീണാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കയറിക്കോളാൻ പറഞ്ഞ് എന്നെ വിട്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യും, മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഒടിഞ്ഞ് വീഴോന്ന് വിചാരിച്ചിട്ടാണ്ടോ കയറുന്നത്. പേടിയായിട്ടും വയ്യായിരുന്നു. ഇങ്ങാതെ ഉമ്മച്ചിനെ കാണാനല്ലോ.
ആ ഇതുവഴി പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ പാർക്ക്, ഊഞ്ഞാലുകൾ, പുഴയോര പാത, പിന്നെ എന്താണ്ടൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാർക്കിലേക്ക് പോകണേ. എൻ്റെ പൊന്നോ, പ്രേതത്തിൻ്റെ ഷൂട്ടിങ് പിടിക്കാൻ പറ്റിയ സ്ഥലം. അച്ചു ആടിക്കുക കല്ല് നോക്കിയേ. എടി ആ കല്ലിരിക്കണ നോക്കിയേ ഉമ്മച്ചി, ആ കല്ലിരിക്കണ നോക്കിയേ. കല്ല് നോക്കിയേ, റോക്ക്. ആ അച്ചും പൊന്നോ ഊഞ്ഞാലാടാൻ കയറി. ഈ കല്ലാണ് ആന കുണ്ടി ഉറപ്പിച്ചിരിക്കണം. അവർക്ക് കുഞ്ഞാല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി, ഊഞ്ഞാലയിൽ നാടിക്കൊണ്ടിരിക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഹട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ ഗാർഡ് വന്നിട്ട് ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ മിനി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിലൊന്നും കയറിയില്ല, കാരണം ടൈം ഒത്തിരി ആയില്ലേ. അപ്പോൾ അവരുടെ ടൈം കഴിഞ്ഞാൽ വേഗം പോകുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു ഹട്ടുണ്ട്, ട്രീ ഹട്ടുണ്ട് അവിടെ മേളിൽ കണ്ടോ. അപ്പം എന്താ പറയുക, നല്ല രസമുണ്ടായി, കുഴപ്പമൊന്നുമില്ല. അത്ര വലിയ ബോറിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. ഒരു കാടിൻ്റെ ഒരു ഫീലിംഗ്. കാട് അതന്നെ. പിന്നെ ആന, ഇതിനൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വരാൻ പറ്റും. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കളിക്കാൻ പറ്റുന്ന ഏരിയയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും. ഇതുണ്ട അവിടെ പാർക്ക് കണ്ടിട്ട് ആൾ ഓടണേണ്. ടൈം കഴിഞ്ഞു. പക്ഷേ അവിടെ ഒരു ചേച്ചി നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ടൈം കഴിഞ്ഞു കേട്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചെന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ, കാരണം ഇതേ കണ്ടോ ഇത്രയും കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറയായിരുന്നു നേരത്തെ വരായിരുന്നില്ലായിരുന്നാന്ന് ചോദിച്ച്. നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ പോയത്. അപ്പോൾ നമുക്ക് ടൈം അവിടെയും ലേറ്റായിരുന്നു. പിന്നെ വെറുതെ പിള്ളേരാണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കയറിയത്. കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് നടന്ന് തിരിച്ചിങ്ങനെ വന്നപ്പോഴേക്കും അവിടെ ഉമ്മച്ചി പറഞ്ഞു അവിടെയാണ് ഇത്താത്താൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഉമ്മച്ചിയുടെ ആങ്ങളയുടെ മോളെ കല്യാണം കഴിച്ചേക്കണത് വല്ലത്തേക്കാണ്. അപ്പോൾ അവിടെ ഇത്താത്തായുടെ വീടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു ദിവസം പോവാമെന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ വെച്ചുകൊണ്ടിരിക്കണേ, അപ്പം തന്നെ പോകണം, നമുക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അപ്പം തന്നെ പോവാം. ഞാൻ പറഞ്ഞു എന്നാൽ വിളിക്കുക, വാ നമുക്ക് പോകാം. കുറേ നാളായി പോയിട്ട്, കുറേ വർഷങ്ങളായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ നമുക്ക് അല്ലാതെ നമ്മൾ കാണാറൊക്കെ ഉണ്ട്, ഇങ്ങനെ ഫങ്ഷൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വഴിയൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരം വിളിച്ചുകൊണ്ടിരുന്നു, വാട്സപ്പ് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എവിടെ വഴി എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ട്, ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. ഞങ്ങളപ്പോൾ താത്താടെ വീട്ടിലേക്ക് പോകാനായിട്ട് പോകായിരുന്നു കേട്ടോ. കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ നമുക്ക് വീടറിയാം, പക്ഷേ പോകുന്ന വഴിയൊന്നും അറിയില്ല. അപ്പോൾ താത്താടെ വീട്ടിലെത്തി ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും പിന്നെ പപ്സും കായൊക്കെ. ഇതാണ് ഇത്താത്താടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്, ഇത്താത്താടെ ഫ്രണ്ട്. 2 കുട്ടികളുണ്ട് താത്താക്ക്, 2 പേരും പുറത്താണ് പഠിക്കുകയാണ്.
അപ്പോൾ അതായത് ഇവിടെ ഉമ്മച്ചിരുന്നു മേളിലേക്ക് കയറി. ഞങ്ങൾ മേളിലൊരു ഊഞ്ഞാലയും പിന്നെ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതുങ്ങളെല്ലാവരും കയറിയിരുന്ന് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയിപ്പോയിക്കുന്നത് ഇങ്ങനെ ചക്കയൊക്കെ പണ്ടേ മുതൽ അവിടെ ഉള്ളതാണ്. ചക്ക അവിടെ ഭയങ്കര കാര്യം എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ചക്കയും കുറച്ച് തന്നു വിട്ടു. അങ്ങനെ നമ്മൾ പോന്നു. നൈറ്റായപ്പോഴേക്കും അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്